അപ്പം നമ്മുടെ ഈ ചീരത്തോരന് വേണ്ടി ഇപ്പം ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് ചീര നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കണം. അതിനകത്തോട്ടേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരപ്പിന് വേണ്ടി ഒരു അരമുറി തേങ്ങയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 7-8 ചെറിയുള്ളിയും വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിപ്പോൾ ഉണ്ടാക്കുന്ന അവിയലായതുകൊണ്ട് തന്നെ പുളിക്കായിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മാങ്ങയാണ്. ഇപ്പം മാങ്ങ സീസണല്ലേ, ഇപ്പം നമുക്ക് പുളി വേണം, പിഴിഞ്ഞ് വെള്ളം ചേർക്കാം. വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഇപ്പോൾ ഞാൻ ചീര മാറ്റി അത്യാവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പ് ഒഴിച്ച് വേവിക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റോളം ചീര നന്നായിട്ട് വെന്ത് വരണം. അധികം വേവ് ചീരയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്രയും ധാരാളമാണ്. ഇതിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ചീര ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കുകയാണ്. നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പുളി ഒന്ന് നന്നായിട്ട് നോക്കിക്കോണം. മാങ്ങയ്ക്ക് ഒത്തിരി പുളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കഷ്ണം ചേർത്താൽ മതി. അല്ലാതെ മാങ്ങ ഇല്ലാത്തവർക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം, ചെറിയൊരു കഷ്ണം പുളിയെ. ഈ നേരത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തേങ്ങയുടെ അരപ്പ് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ഇപ്പോൾ ഞാൻ അരയ്ക്കുന്നത്. നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുക്കാം. തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിത് ഇതിനകത്തോട്ടേക്ക് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കും. ഇതിനകത്തോട്ട് ഇപ്പോൾ വെന്തോന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ആ ചീരക്കകത്തോട്ടേക്കുള്ള അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഈ അരപ്പ് ചേർത്ത് നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി എല്ലായിടത്തോട്ടും ഈ അരപ്പ് ആകുന്ന രീതിയിൽ വേണം ഇളക്കാനായിട്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാണെന്നുണ്ടെന്നുണ്ടല്ലോ നമ്മുടെ ഇവിടെ ആലപ്പുഴയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിയൽ കൂടുതലായിട്ട് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ പുറത്ത് എവിടെ പോയി പറഞ്ഞിട്ടോ ആർക്കും ചീര അവിയൽ അത്ര പരിചയം പോലെ. എല്ലാവരും ചീര കൊണ്ട് തോരനാണ് വെക്കുന്നത്. പക്ഷേ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ഒന്ന് തന്നെയാണ് ഈ അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചുമന്ന ചീരയും അതുപോലെ തന്നെ പച്ചച്ചീര കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാൽ പോലും ചുമന്ന ചീരയ്ക്കാണ് ഇങ്ങനെ ഇതുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്. ചീര കൊണ്ട് നമ്മൾ എത്രത്തോളം നമുക്ക് ചീര ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഉപയോഗിക്കണം നല്ലതാണ്. പിന്നെ അതൊരു കുറച്ച് വെള്ളം കൂടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് വറ്റിയായിരുന്നു ചെറുതായിട്ടൊന്ന്. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 2 മിനിറ്റോളം വെച്ച് വേവിച്ചാൽ മതി. ഇപ്പം നന്നായിട്ട് നമ്മുടെ ചീര ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ, അതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെടുമെന്നുണ്ട് അഭിപ്രായം അറിയിക്കുക. ഇന്നിപ്പോൾ ഞാൻ ചെയ്ത വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീസ് കിച്ചൺ വേട്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും. അവർക്കും കൂടെ കാണാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊരു അവസരം ഉണ്ടാകട്ടെ. അപ്പോൾ പുതിയൊരു വിഭവമായി വീണ്ടും കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി.